നിരീക്ഷകൻ വീട്ടിൽ ഇതേതാ നിങ്ങൾ തറവാട് വക കയറി വന്നിട്ട് തറവാട്ടിൽ സംസാരിക്കുന്നതാണോ അവിടെ സംസാരിക്കുന്നത്? ആ വേലത്തരം കൈ ഇരിക്കി തരത്തിൽ പോയി കളിക്ക്. താൻ എവിടെ വന്നേ സംസാരിക്കുന്നേ? തനിക്ക് ശ്രീധരൻ എഴുതി കിട്ടിയ സ്ഥലത്ത് വന്നാണോ സംസാരിക്കുന്നത്? എനിക്ക് നിങ്ങൾ ഏ സബ്ജക്റ്റ് ആണ്. അല്ല പിന്നെ പിന്നെ തരത്തിൽ പോയി കളിക്കുന്നൊക്കെ പറഞ്ഞു പറയുന്നത്, അല്ലെങ്കിൽ തരത്തിൽ പോയി വർത്താനം പറയുന്ന പറയാ. ഇവിടെ ഒരു ചർച്ചയിൽ വരുമ്പോ എന്ത് ഡീസന്റ് ആയിട്ട് ഏബ്രഹാം സംസാരിച്ചോണ്ടിരിക്കുക, തരത്തിൽ പോയി കളിക്ക്, വേലത്തരം കൈ വെക്കും. ഇത് പറയാൻ താൻ ആരുവാ? മേലി ഇത് റിപ്പീറ്റ് ചെയ്യരുത് കേട്ടാ. മേലിന് റിപ്പീറ്റ് ചെയ്യരുത്. ഒരു റൂമിൽ വരുമ്പോ മര്യാദയോടെ സംസാരിക്കാന്നുണ്ടെങ്കിൽ മാത്രം കയറി രണ്ട് വരിക. കാര്യം പറഞ്ഞ മനസ്സിലായോ? ആ രണ്ട് കാര്യം. ഒന്ന്, സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, ആകാശത്ത് നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു, ആകാശത്തിൽ നിന്ന് വരുന്നു, സ്വർഗസ്ഥ വലത് ഭാഗത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് വെച്ചിട്ട് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഇല്ലാത്തൊരു എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ പിന്നെ ഇതിന് ആകാശത്തേക്ക് പോണേ? ഇല്ലല്ലോ. ആരാ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആരാ ആകാശം നോക്കി പ്രാർത്ഥിക്കുന്നത്? യേശു എങ്ങോട്ട് എടുക്കപ്പെട്ടെ? താൻ കണ്ടോ? യേശു ആകാശം നോക്കി പ്രാർത്ഥിക്കുന്ന താൻ കണ്ടോ? പിതാവ് പോയല്ല. അല്ല, നിരീക്ഷക ഒരു സെക്കൻഡ്. അപ്പൊ നിരീക്ഷണ ഇതനുസരിച്ച് ദൈവം ഇരിക്കുന്നിടത്ത് നോക്കിയാണ് ആരാധിക്കുന്നത് അല്ലേ? അല്ല, ഇനി നിരീക്ഷകൻ പറഞ്ഞു ദൈവം ആത്മാവാകുന്നു എന്ന്, അല്ലെങ്കിൽ ഗോഡ് ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞു. അല്ല, ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഗോഡ് ഈ സ്പിരിറ്റ് എന്ന്. പിന്നെ വിദ്യാൻ പറഞ്ഞു ഇല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ റെഫറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ റെഫറൻസ് കൊടുക്കാത്തത്. സോ ഇപ്പൊ ഇവിടെ നിരീക്ഷകൻ പറഞ്ഞു ദൈവം ഇരിക്കുന്നിടത്ത് നോക്കിയാണ് ആരാധിക്കുന്നത്. ദൈവം ആകാശത്ത് ഇരിക്കുന്നു നമ്മൾ നിരൂപിക്കുന്നതുകൊണ്ട് ആകാശത്ത് നോക്കി ആരാധിക്കും. ദൈവം ഇരിക്കുന്നിടത്ത് നോക്കിയാണ് ആരാധിക്കുന്നത്. അപ്പൊ നിരീക്ഷകൻ ഇവിടെ പ്രൂവ് ചെയ്തത് എന്താണ്? നിരീക്ഷകൻ ആരാധിക്കുന്നത് മെക്കയെ നോക്കിയാണ്. അപ്പൊ നിരീക്ഷകന്റെ ദൈവം ഇരിക്കുന്ന എവിടെയാണ്? മെക്കയിലാണ്. നിരീക്ഷകന്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നിരീക്ഷകൻ എന്തൊക്കെ ഒന്ന് പറഞ്ഞു അല്ലാഹു ഒരു ഫിസിക്കൽ ബീയിങ് ആണ്. ഒന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിരീക്ഷകന്റെ ദൈവം ഇരിക്കുന്നത് കാബയിലാണ്. നമുക്ക് തമ്മിൽ ഒരു തർക്കമില്ല. നിങ്ങളുടെ ദൈവം ഇരിക്കുന്നത് കാബയിലാണ്. അത് സമ്മതിച്ചാൽ മതി. രണ്ടും ഒന്നാണ് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അങ്ങോട്ട് മോന്തിരിക്കുന്നതെന്ന് ഒരു സംശയം വേണ്ട. ഒരു സംശയമില്ല. ഖുറൈശികൾ എങ്ങനെ കാബയെ നോക്കി ആരാധിച്ചോ അതുപോലെ തന്നെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഖുറൈശികൾ ആരാധിച്ച അതേ അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിക്കണെന്ന്. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, പിന്നെ ഒന്നാമതും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. എല്ലാം ഇതിനെ തന്നെയാണ് ആരാധിക്കുന്നത്. ഇങ്ങോട്ട് വരരുത്. ഞങ്ങള് പറഞ്ഞു ഖുറൈശികളുടെ അള്ളാഹുവിനെ അല്ല ഞങ്ങൾ പറഞ്ഞു എപ്പോഴെങ്കിലും? അല്ല, നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. യഹൂദന്മാരുടെ എല്ലാം ദൈവത്തെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ആ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരണം പറഞ്ഞു. അത് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ട്. അത് കൃത്യമായിട്ട് മറുപടി ഉണ്ട്. ഒരു കൺഫ്യൂഷൻ എനിക്കില്ല. ഞാൻ പറഞ്ഞത് നിൽക്കുകയും ചെയ്യും. ഏത് ചോദിച്ചാലും മറുപടി പറയാം. അതായത് ഞങ്ങൾ മക്കയിലേക്ക് നോക്കുന്നതും ഇസ്രായേൽ സമുദായം എങ്ങോട്ട് ജെറുസലേം ഒരേപോലെ തന്നെയാണ്. ഇസ്രായേലിന്റെ ദൈവത്തെ നോക്കുന്നതിന് വേണ്ടി ഫേസ് ചെയ്യാൻ വേണ്ടി ജെറുസലേം തിരിയും. യുദ്ധത്തിന് പോകുന്ന പറയും നിങ്ങൾ ജെറുസലേമിലേക്ക് നോക്കി എന്ത് ചെയ്യണം? ഇവിടെയുള്ള അവരുടെ സുനോഗൊക്കെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞേ. ഓക്കെ, അത് നിരീക്ഷക നിങ്ങളുടെ ദൈവം കൽപ്പിച്ചത് കൊണ്ടാണോ നിങ്ങൾ മെക്കയിലേക്ക് നോക്കി ആരാധിക്കുന്നത്? അത് നിങ്ങളുടെ ഇഷ്ടത്തിലാണ് ആരാധിക്കുന്നത്? കൽപ്പിച്ചതുകൊണ്ട്. അതാണ് വ്യത്യാസം. യഹൂദന്മാരെ ആരാധിച്ചത് അവരുടെ ഇഷ്ടത്തിൽ, അവർക്ക് ആ ദേശത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവരങ്ങനെ. അല്ലാതെ ദൈവം ഒരു കൽപ്പന കൊടുത്തിട്ടില്ല ജെറുസലേമിൽ നോക്കി ആരാധിക്കാന്ന് പറഞ്ഞു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? നിങ്ങളുടെ ദൈവം മെക്കയിലാണ് ഇരിക്കുന്നത്. ആ ദൈവം കൊടുത്ത കൽപ്പന അനുസരിച്ചാണ് നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നത്. പക്ഷേ യഹൂദന്മാർ അങ്ങനെയല്ല. യഹൂദന്മാരുടെ അവരുടെ ദേശം വിട്ടു പോകുമ്പോൾ ആ ഇസ്രായേലിനോട്, ആ ദേശത്തോട്, ജെറുസലേമിനോടുള്ള ദേശത്തോടുള്ള ദേശ സ്നേഹം അവരുടെ ഉള്ളിൽ നിറഞ്ഞിട്ടാണ് അവരങ്ങോട്ട്. അല്ലാതെ അതൊരു ദൈവിക കൽപ്പനയല്ല. ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല ജെറുസലേമെ നോക്കി ആരാധിക്കാൻ. അത് മനുഷ്യനുണ്ടാക്കിയ ഒരു നിയമമാണ്. മനസ്സിലായോ? അതുപോലെ നിങ്ങളുടെ അള്ളാഹു ഇരിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവത്തെ എബ്രഹാം പേരിൽ എന്റെ പേര് ഇസ്മായിലും താങ്കളുടെ എബ്രഹാം എന്നാ. അത് എബ്രഹാം ആരാണെന്നും ഇബ്രാഹിം പിതാവിന്റെ ഇബ്രാഹിം അല്ലെ എബ്രഹാം ആരാണെന്നും ആ പിതാവിന്റെ ദൈവം ആരാണെന്നും ആ എബ്രഹാം പിതാവ് പോയിട്ട് മൽക്കിസദേക്കിന്റെ മുമ്പില് ഇത് കൊടുത്ത എന്താണെന്നും കഴിഞ്ഞ ദിവസത്ത് കൊടുത്ത എന്താണെന്നും ആ ദൈവത്തെ തന്നെയാണ്. ഈ മൽക്കിസദേക്കിന്റെ റെഫറൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? മൽക്കിസദേക്കിന് കൊണ്ട് കൊടുക്കുന്നുള്ള റെഫറൻസ് എവിടെയാണ് കിട്ടുന്നത്?
പഴയ നിയമത്തിന്ന് യഹൂദന്മാരെ തനക്കിന്ന്. അപ്പൊ അത് തനാക്കിന്നോ? ആ റെഫറൻസ് ഒന്ന് കൊണ്ടുവന്നേ. മൽക്കി സദേക്കിന് അബ്രഹാം കൊണ്ടുവന്നുള്ള റെഫറൻസ് ഒന്ന് കൊണ്ടുവന്നേ. എനിക്ക് സൗകര്യമില്ല. ആ, അതാണ് സൗകര്യം ഇല്ലാത്ത കാര്യം. അപ്പൊ താങ്കൾ കാരണം സൗകര്യം ഉണ്ടോ? ഞാൻ മൽക്കി ചോദിച്ചപ്പോ സദേക്കിന് ഞാൻ 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 ചോദിച്ചു ഞാൻ താങ്കൾ എന്താ പറയാലോ, പറഞ്ഞേ? സൗകര്യം ഇല്ലാത്ത റെഫറൻസ് നിങ്ങൾ അവിടെ കൊടുക്കാൻ മിണ്ടാതിരിക്കുക. താങ്കൾ പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് ഞാൻ പറയാൻ പറഞ്ഞത് പറയാലോ, സൗകര്യമില്ലാത്ത നിങ്ങൾ മിണ്ടാതിരിക്കുക. ഞാൻ പറയാലോ, ഉൽപ്പത്തി പുസ്തകം. അപ്പൊ ഈ മൽക്കി സദേക്കിന്റെ റെഫറൻസ് നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അതേ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിൽ പോകണം. ആ 18-ാം അധ്യായത്തിൽ എന്താണ്? ദൈവവും അബ്രഹാമും തമ്മിലുള്ള 17-ാം അധ്യായത്തിൽ പോകണം. ദൈവവും അബ്രഹാമും തമ്മിലുള്ള കോൺവെർസേഷനാണ് അവിടെ ഉള്ളത്. ആ 17-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ഏത് ഈ മൽക്കി സദേക്കിന്റെ റെഫറൻസ് എവിടെ കിട്ടിയോ അതേ പുസ്തകത്തിലേക്ക് തന്നെ നമ്മൾ പോകണം. അതിന്റെ 17-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അബ്രഹാം 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞത്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഐ ആം ഗോഡ് എൽ ഷദായ്. ഇവിടെ ഇതാണ് പറയുന്നത്. ഇതേ മൽക്കി സദേക്കിന്റെ റെഫറൻസ് ഉള്ള പുസ്തകം അതിന്റെ താഴോട്ട് വരണം. 17-ാം അധ്യായത്തിന്റെ 15-ാം അധ്യായം തൊട്ട് താഴോട്ട് വായിക്കണം. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ആരിൽ നിന്ന് തരും? സാറായിൽ നിന്നൊരു മകനെ തരും. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നതാണ്. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് എന്താ പറഞ്ഞത്? ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യയായ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും, ഞാൻ അവനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഉള്ളിൽ ചിരിച്ചു. എന്നിട്ട് ചിന്തിച്ചു, 100 വയസ്സുള്ള എനിക്ക് മകൻ ജനിക്കുമെന്ന് ചിന്തിച്ചു. എന്നിട്ട് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, അല്ല ദൈവമേ, ഇസ്മായിൽ എൻ്റെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഇവനെ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അതിന് കൊടുത്ത മറുപടി 19-ാം വാക്യം, ഉൽപ്പത്തി 17-19. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നോ, ഇസ്മായിൽ അല്ല അബ്രഹാമേ, ഇസ്മായിൽ അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ദൈവം വളരെ വ്യക്തമായിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നോ അബ്രഹാം, ഇസ്മായിൽ അല്ല അബ്രഹാമേ, നിന്റെ ഭാര്യയായ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായിട്ട് ഉറപ്പിക്കും. എനിക്ക് ഇസ്മായിലിനോട് ഒന്നുമില്ല, അവനോടൊരു നിയമവും എനിക്ക് ചെയ്യാനില്ല. പക്ഷെ നിന്റെ ഭാര്യയായ സാറ പ്രസവിക്കുന്ന ഇസഹാക്കിനോട് ഞാൻ നിയമം ചെയ്യും. എൻ്റെ നിയമം അവനോട് ശാശ്വതമായിരിക്കുമെന്ന് ഇവിടെ ദൈവം പറയുന്നു. എന്നിട്ട് താഴോട്ട് വായിക്കുന്നു, ഇസ്മായിലിനെ കുറിച്ച് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താന പുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവൻ 12 പ്രഭുക്കന്മാർക്ക് ജനമായിരിക്കും. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. എന്നിട്ട് പറഞ്ഞ എന്താണ്? ഇസ്മായിലിന്റെ കാര്യം ഞാൻ മറക്കുന്നില്ല. ഇസ്മായിലിനെ ഞാൻ അനുഗ്രഹിക്കും, അവനൊരു ജാതിയായിത്തീരും, അവൻ പലർക്കും പ്രഭുക്കന്മാരായിത്തീരും. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു, എന്നാൽ എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ബട്ട് ഐ വിൽ എസ്റ്റാബ്ലിഷ് മൈ കവനന്റ് വിത്ത് ഐസക് whom Sarah shall bear to you at this time next year. എന്നാൽ എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസഹാക്കിനോടാകുന്നു. മൽക്കി സദേക്കിന്റെ കാര്യം ഇതേ ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്നതും കൊള്ളാം, അതേ ടെക്സ്റ്റിൽ നിന്ന് തന്നെ ബാക്കിയുള്ളതും എടുക്കണം. ഇതേ ടെക്സ്റ്റിൽ മൽക്കി സദേക്കിന്റെ റെഫറൻസ് എവിടുന്ന് എടുത്തോ അതേ ടെക്സ്റ്റിൽ തന്നെ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇസ്മായിൽ അല്ല അബ്രഹാമേ, നിന്റെ ഭാര്യ പ്രസവിക്കുന്ന ഇസഹാക്ക്, അവനോടാണ് ഞാൻ നിയമം ചെയ്യുന്നത്, അവനെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ വർഷം സാറയ്ക്ക് ജനിക്കാനിരിക്കുന്ന ഇസഹാക്കിനോടാകുന്നു. വ്യാജം കാണിക്കരുത്. ഒരു പുസ്തകം എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം. അതിനകത്ത് ഇഷ്ടമുള്ള ഒരു മൽക്കി സദേക്ക് മാത്രം എടുത്തിട്ട് ബാക്കി തള്ളിക്കളയരുത്. ഇസ്ലാം ഉണ്ടാകുന്നതിന് 2800 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് എഴുതപ്പെട്ടത്. ഇസ്ലാം ഉണ്ടാകുന്നത് AD 600 ഇത് എഴുതപ്പെട്ടത് ഏകദേശം BC 2200 ഇസ്ലാം ഉണ്ടാകുന്നതിന് 2800 വർഷം മുമ്പ് ഇസ്ലാമിൻ്റെ
ശവത്തിന് ആണിയടിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ. ദൈവത്തിന്റെ ആ ദീർഘ കാഴ്ചപ്പാട് മുസ്ലിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് മോശയിലൂടെ ഇതിവിടെ രേഖപ്പെടുത്തിയ ദൈവം. ഇസ്ലാം ഉണ്ടാകുന്നതിന് 2800 വർഷം മുമ്പ് ദൈവം ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇസ്മായിൽ അല്ല, ഇസഹാക്ക്. സാറായിൽ നിന്ന് ജനിക്കുന്ന ഇസഹാക്കിനോടാണ് എൻ്റെ നിയമം, ഇസ്മായിലിനോടല്ല. അവൻ സന്താനപുഷ്ടിയുള്ളവനായി പെരുകും, അവൻ പ്രഭുക്കനൊക്കെ എത്തിയും, അവനെ ഞാൻ ഭൗതികമായിട്ട് അനുഗ്രഹിക്കും. പക്ഷെ എൻ്റെ നിയമം, എൻ്റെ നിത്യ നിയമം, അത് സാറായിൽ നിന്ന് ജനിക്കുന്ന ഇസഹാക്കിനോടാകുന്നു. ഇസ്ലാം ദൈവത്തിൻ്റെ നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കണം. മോശ എന്തിനാണ് ഇത് രേഖപ്പെടുത്തിയത്? അന്ത്യകാലത്ത് ഈ വാദവുമായി പിശാച് വരുമെന്നറിയാം. അബ്രഹാമിനുണ്ടായ ജാരസന്തതിയായ ഇസ്മായിലിനെ കൊണ്ടുവന്ന് പിശാച് ഇങ്ങനെ വരുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആ ജാരസന്തതിയുടെ ഇത് പറഞ്ഞ് ഈ വ്യാജം വരുന്നതിനും 2800 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മോശയിലൂടെ. 2800 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നോ, ഇസ്മായിൽ അല്ല, ഐസക്, ഇസഹാക്കിനോടാണ് എൻ്റെ നിയമം. ബ്രദർ നിർത്തിയ കഴിഞ്ഞ പറയട്ടെ? അല്ല, കഴിഞ്ഞില്ല. ഇനിയിപ്പം ഈ പറയുന്ന ഇസ്മായിലുമായിട്ട് മുഹമ്മദിനുള്ള ബന്ധം നിങ്ങളും തെളിയിക്കണം. ഓ, അതിനെന്താ സിമ്പിൾ ആണെന്നേ. താങ്കൾ പറഞ്ഞു, താങ്കൾ എവിടെ നിർത്തിയത്? 99-ാം വയസ്സിൽ ആര്? യഹോവ വന്നു ആരുടെ മുമ്പില്? എൽഷദായി. ഓക്കെ, അപ്പൊ തൊട്ട് മുമ്പുള്ള നോക്കുക. തൊട്ട് മുമ്പ് കൂടെ ആരുണ്ട്? ഇസ്മായിൽ ഉണ്ട്. ഓഫർ ഇസ്മായിൽ ഉണ്ട്. ദാസീരത്ത് തള്ളിയിട്ടൊന്നുമില്ല. ഇസ്മായിൽ അപ്പുണ്ട്. 99 വയസ്സായപ്പോൾ എത്ര വയസ്സുണ്ട്? 13. ഏകദേശം ഇസ്മായിൽ 13 വയസ്സായി കഴിഞ്ഞപ്പോ 13 വയസ്സുകാരനെ ഇസ്മായിൽ ഒപ്പം ഉണ്ട്. തള്ളിയിട്ടൊന്നുമില്ല. ദാസീരെ കൊണ്ടും സ്വന്തം മോൻ കൂടെ ഉണ്ട്. അവന്റെ കൂടെയാണ് ഹൃദയമുള്ളത്. ഏകജാതൻ കൂടെ ഉണ്ട് ആ നിമിഷം. ഓക്കെ, അതിന് തൊട്ടുമ്പ് വചനമേതാ? അപ്പോൾ എബ്രഹാമിന് 86 വയസ്സായിരുന്നു അല്ലേ? ഞാൻ പറയട്ടെ ബ്രോസർ, ശേഷം പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ വാക്ക് പിടിച്ചു. ഓക്കെ, അപ്പൊ 86. ആ 86 വയസ്സ് മുതൽ 99 വയസ്സ് വരെയുള്ള 13 വർഷക്കാലം എവിടെയാ ബൈബിളില്? എബ്രഹാം എവിടെയായിരുന്നു? ആ എബ്രഹാമിന്റെ ജീവിതം എവിടെയാ? അങ്ങ് ഇറാഖിൽ നിന്നും ഈജിപ്തിൽ പോയ കാര്യമുണ്ട്. അവിടെ നിന്നും നമ്മുടെ ഇസ്രായേലില് ഇപ്പോഴുള്ള കാനാൻ ദേശത്ത് പോയ ചരിത്രമുണ്ട്. ഷാലോമിൽ പോയ കാര്യമുണ്ട്. യുദ്ധം ചെയ്ത എല്ലാം ഉണ്ട്. പക്ഷെ ഈ 86 to 99 അതിപ്രധാനപ്പെട്ട 13 വയസ്സ് എന്തേ യഹൂദന്മാർക്ക് മിക്സ് ആയത്? അപ്പോ പ്രവർത്തിക്കുന്നത് മക്കയിലാണ്. ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും കൂടി ബിൽഡിംഗ് കാബാലയം പടുത്തുയർത്തി ആ ടൈമിൽ ആ കാലഘട്ടം മിക്സ് ആണ് അവിടെ. ആ ഇരുണ്ട കാലഘട്ടം, ബൈബിളിലെ സമയം, അബ്രഹാമിന്റെ ഇരുണ്ട കാലഘട്ടം അവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം തിരിയും. ഓക്കെ, അപ്പോൾ 12 ഗോത്രം അവിടെയും ഓഫർ കൊടുത്ത് 12 ഗോത്രം. ആ 12 ഗോത്രം ആർക്ക് മാത്രമല്ല? യഹൂദന്മാർക്ക് മാത്രമല്ല, ഇസ്രായേലിന് മാത്രമല്ല, അത് ആർക്കുണ്ട്? ഇസ്മായിലിനും ഉണ്ട്. ആ ഇസ്മായിലിനെ അനുഗ്രഹിക്കുന്നു പറയുന്നുണ്ട്. ആ അനുഗ്രഹത്തിന് നേരിയ ഒരു സൂചന പറയാൻ ഈ ഗ്രന്ഥത്തിൽ ഇല്ല. കാരണം എന്താ? അത് ഇസ്ഹാക്ക് വഴിയുള്ള താവഴിയുള്ള അബ്രഹാമിന്റെ പ്രവൃത്തി പറഞ്ഞിരിക്കുന്നത്. ഇസ്മായിലിന്റെ വഴി വരുന്നത് അറേബ്യയിലാണ്. അതാണ് യേശുവിന്റെ കാലഘട്ടത്തിലുള്ള ജോസിഫസ് പറയുന്നത്. ഞങ്ങൾ ഒരു ശിശു ജനിച്ചാൽ ഇസ്രായേൽ സമുദായം എന്ത് ചെയ്യുന്നു? 8-ാം ദിവസം പരിച്ഛേദന നിർവഹിക്കുന്നു. ഇസ്ഹാക്ക് ജനിച്ച 8-ാം ദിവസമാണ് എന്ത് ചെയ്തത്? എബ്രഹാം പിതാവ് പരിച്ഛേദന നിർവഹിക്കുക. അതുകൊണ്ട് ഇസ്രായേലിൽ എന്ത് ചെയ്യുന്നു? 8-ാം ദിവസം. എന്നാ അറബികള് അവരെന്തുകൊണ്ടാണ്? അവര് 13-ാം വയസ്സിലാണ്. കാരണം അവരുടെ പിതാവായ ഇസ്മായിൽ ജനിച്ചിട്ട് 13-ാം വയസ്സിലാണ്. അപ്പോഴാണ് ഉടമ്പടി ഉണ്ടാവണേ. അത് നിങ്ങളുടെ ക്ലെയിം ആയിട്ടാ പുള്ളി പറയുന്നത്. എന്താ ജോസിഫസ്? അത് ഇസ്ലാമിന്റെ ക്ലെയിം ആയിട്ടാ പറയുന്നത്, അല്ലാതെ ജോസിഫസിന്റെ അവകാശവാദം അല്ലത്. അന്ന് ഇസ്ലാം ഇല്ലടോ. മണ്ട ശിരോമണി, ഇസ്ലാം അങ്ങനെയാണ് പറയുന്നതെന്നാണ് പറയുന്നത്.
ഇസ്ലാം എന്താ മുഹമ്മദ് ജനിച്ചിട്ടില്ല അന്ന് ജോസഫ് എന്നുള്ള സമയത്ത്. ഈ ഒരു നിങ്ങൾ കോമൺ സെൻസ് ഇസ്ലാംകാര് വേണ്ട. മുന്നോട്ട് വെക്കുന്ന കാര്യമാ പുള്ളി പറഞ്ഞത്. ആര് ജോസഫ്? ഹലോ, ജോസീഫസ് പറയുമ്പോ അറബ് നാട്ടിലുള്ള ഒരു മിനിറ്റ് ജോസീഫസ് ജോസീഫസിന്റെ കാര്യമാണ് പറഞ്ഞത്. സോറി ഒരു കാര്യം ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. സോറി. അല്ല, ഒരു നിരീക്ഷൻ വാക്ക് പറഞ്ഞു. അല്ല ഒരു വാക്ക് ഞാൻ കറക്റ്റാ. പറഞ്ഞു. ഒരു നിരീക്ഷൻ വാക്ക് പറഞ്ഞ കറക്റ്റാ. ജോസീഫസിന്റെ കാര്യം. ഓക്കെ. ഒരു സോറി. വാക്കൊന്ന് എനിക്ക് ആള് പറഞ്ഞോട്ടെ. മാറിപ്പോയി. ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ബറോസ് ബദറെ, ഹലോ ബറോസ് ബദറെ, കേൾക്കുന്നോ? ഞാൻ പറഞ്ഞു. പറഞ്ഞു. പിന്നെ അതായത് ഈ ഏത് ഇബ്രാഹിം ഏത് ഇസ്മായില്, അതായത് ഇബ്രാഹിയുടെ പിതാവ്, ഈ ഖുറാനിൽ പറയുന്ന ഇബ്രാഹിയുടെ പിതാവ് ആസറാണ്. അല്ല, അബ്രഹാമിന്റെ പിതാവ് തേരഹ. ഇവർ തങ്ങൾ ഒരു ബന്ധവും ഇല്ല. അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കാമോ? ഇത് വെറുതെ കിടന്നിട്ട് പറയുന്നത്. എവിടെയെങ്കിലും അതിന് തെളിവുണ്ടോ? ആസർ പിതാവ്. അതെന്താ ബറോസ് ബദർ മറന്നുപോയോ? അച്ചക്കുഞ്ഞെ ഇനി പറഞ്ഞോളൂ. അച്ചക്കുഞ്ഞെ, ജോസഫിന്റെ പിതാവ് മത്തായിലായത് ലൂക്കോയിലാണ്. നോക്ക്, ബൈബിളിലെ 2 വചനങ്ങളിൽ 2 സുവിശേഷങ്ങളിൽ 2 പിതാവായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ജോസഫ് ആരെ മോനാ? അങ്ങനെ പഠിച്ചാൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് അല്ലല്ല, അത് ആക്കണ്ട. പറഞ്ഞു തരാം. അത് പറഞ്ഞു തരാമെന്ന്. എന്തിനാ കിടന്ന് വെപ്രാളപ്പെടുന്നത്? അത് വെറും നിസ്സാരം. അതായത് ദാവീദിന്റെ 2 മക്കളിൽ കൂടിയാണ് ഈ യോസഫിലേക്കും വരുന്നത്, മറിയത്തിലേക്കും വരുന്നത്. ആദ്യം അത് പോയി പഠിക്കും. അറിയാൻ വയ്യാതെ കിടന്നിട്ട് വെറുതെ വന്നിരുന്ന് പറയാതെ. ദാവീദിന്റെ 2 മക്കൾ, ഒരു മകന്റെ സന്തതിയിൽ നിന്നും യോസഫിലും വരുന്നു, ഒരു സന്തതിയിൽ നിന്നും ഈ മറിയയിലും വരുന്നു. പക്ഷേ മറിയയുടെ പിതാവെന്ന് പറയാത്തത് മറിയയുടെ ഭർത്താവിന്റെ പിതാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ മക്കളിലെ, അതായത് സ്ത്രീകളുടെ വംശാവലി ഇല്ല. അതൊക്കെ ആദ്യം പോയിരുന്ന് പഠിക്കും, എന്നിട്ട് വന്നിരുന്ന കഥ പറയും. അതിന്റെ യാഥാർത്ഥ്യ പോലെ നമ്മൾ ചർച്ച ചെയ്യണ്ട. എന്തായാലും അത് ഇവിടെ ഈ നിരീക്ഷകനെല്ലാം ഊഹാപോഹത്തിലാണ്. ഞാൻ എൻ്റെ DP-യിൽ അബ്രഹാം സഞ്ചരിച്ച് മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരിക്കലും അബ്രഹാം ഈ കാബ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടില്ല. ഇനി പോട്ടെ, ഈ മെക്ക എന്ന് പറയുന്ന സ്ഥലം 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ചരിത്രരേഖ, ആരെങ്കിലും പറയുന്ന ഒരു ചരിത്രരേഖ ഇവിടെ കൊണ്ടുവരിക. ആരും പറഞ്ഞിട്ടില്ല. 2-ാം നൂറ്റാണ്ടിൽ ഉള്ള ടോളമിയുടെ മാപ്പിൽ പോലും മെക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. ഈ പറയുന്ന അബ്രഹാം സഞ്ചരിച്ച റൂട്ട് ഇതിനകത്തുണ്ട്. പക്ഷേ എവിടെ ആയിക്കോട്ടെ, ഇവിടെ ദൈവം അബ്രഹാമിനോട് എന്താണ് പറയുന്നത്? ഞാനത് വായിച്ചല്ലോ. ഇവിടെ ദൈവം അബ്രഹാമിനോട് എന്താണ് പറയുന്നത്? അബ്രഹാമാണ് ദൈവത്തിനോട് മുമ്പ് സജഷൻ വെക്കുന്നത്. ഇസ്മായിൽ മുമ്പ് ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഇസ്മായിലിനെ നീ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ദൈവം അതിനോടുത്ത് മറുപടി എന്താണ്? നോ. ഞാൻ ഇനിയും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. Then Abraham fell on his face and laughed and said to himself, shall a child be born to a man who is 100 years old? Shall Sarah, who is 90 years old, bear a child? And Abraham said to God, that Ismael might be before you. God said no. Allah Abraham, no. But Sarah your wife shall bear us you a son, and you shall call his name Isaac. I will establish my covenant with him as an everlasting covenant for his offering after him. വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ ദൈവമേ, ഈ ഇസ്മായിലിനെ നീ അനുഗ്രഹിച്ചാൽ മതി. എനിക്കിനി എങ്ങനെ മകനുണ്ടാവും? എനിക്ക് 100 വയസ്സായില്ല, എനിക്ക് എങ്ങനെ മകൻ ഉണ്ടാവും? ഇസ്മായിലിനെ അനുഗ്രഹിച്ചാൽ മതി. അതിന് ദൈവം അവിടെ പറഞ്ഞു, നോ എബ്രഹാം, നോ എബ്രഹാം, your wife Sarah will bear your son. His name shall be called Isaac. എൻ്റെ covenant I will establish to him forever and ever. ഇസ്മായിൽ അല്ല, ഇസഹാക്കിനെയാണ് എൻ്റെ കവനന്റ് ഇസഹാക്കിനോടാണ്, എൻ്റെ നിയമം ഇസഹാക്കിനോടാണ് എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞു. ഇനി അവിടെ ഒരു മറുത്തൊരു ചോദ്യമില്ല. ദൈവം പറഞ്ഞു കഴിഞ്ഞു, ഇസഹാക്കിലോടാണ് എൻ്റെ നിയമം എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞു. അതിന് മറുത്തൊരു ചോദ്യമില്ല. ഇതുപോലെ വ്യാജന്മാർ, ഈ നിരീക്ഷകനെ പോലെയുള്ള വ്യാജന്മാർ ഈ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ വരുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം മോശയിലൂടെ ഇത് രേഖപ്പെടുത്തിയത് വിശുദ്ധ വേദപുസ്തകത്തിൽ.
ഇസ്ലാം ഉണ്ടാകുന്നതിന് 2800 വർഷം മുമ്പ് ദൈവം രേഖപ്പെടുത്തി. അതുകൊണ്ടാണ്, ഇസ്മായിലിലൂടെ അല്ല. ഇസ്മായിലിന് സന്തതിപരം അവൻ പെരുകും, സന്തതി പരമ്പരയൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ കവനന്റ്, എൻ്റെ നിയമം, മൈ കവനന്റ് ഈസ് വിത്ത് ഐസക്, ഈസ് വിത്ത് ഐസക്. വളരെ വ്യക്തമായിട്ട് ദൈവം ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഇസ്ലാം വ്യാജമാണ്, ഇസ്മായിൽ വ്യാജമാണ്. ഇസ്മായിൽ ഇതും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ വ്യാജമാണ്. ദൈവം പറഞ്ഞു നോ, അതിൻ്റെ അപ്പുറത്തില്ല. ദൈവം പറഞ്ഞു നോ, അതിൻ്റെ അപ്പുറത്തൊരു സംഭവമില്ല. ഇസ്ലാമിൻ്റെ ആണി, ഇസ്ലാമിൻ്റെ ശബത്തിലുള്ള ആണി, ഇസ്ലാം ഉണ്ടാകുന്നതിന് 2800 വർഷം മുമ്പ് അടിച്ചു വെച്ചിരിക്കുകയാണ് ദൈവം. ഇത് മാത്രം കാണിച്ചാൽ മതി, ഇത് മാത്രം വായിച്ചാൽ മതി. ദൈവത്തിൻ്റെ വാക്കിൻ്റെ അപ്പുറത്തൊന്നുമില്ല. വിമർശിക്കാൻ വേണ്ടി അങ്ങ് പറയുമ്പോൾ ഷലോം അൽ ഷലോം ഇസ്ലാം അൽ ഇസ്ലാം, ഓക്കെ, അൽ സലാം അൽ ഇസ്ലാം, ഓക്കെ, ആ വാക്ക് വരുന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്നത് അന്ത്യോക്യയിൽ വെച്ചുകൊണ്ട് കളിയാക്കാൻ വേണ്ടി വിളിച്ച പേരാണെന്ന് പോലും ചർച്ച ചെയ്യുന്നത് നമുക്ക് അറിയാമെന്ന് എനിക്ക് അറിയാമല്ലോ. ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന അപ്പൊ അത്രയോളം, അപ്പൊ അത്രയും ബന്ധം ഇതിനുണ്ടെന്നേ, അതിൽ നിഷേധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാൾക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാവുന്ന അല്ല ദൈവിക ബന്ധങ്ങള്. എങ്ങനെ വന്നാലും ഇപ്പൊ എന്നെ തന്നെ ഞാൻ പരിചയം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. യേശുവും പരിശോധന നിർവഹിച്ച നിങ്ങൾ പറയുന്നുണ്ടല്ലോ, 12 അപ്പോസ്തലന്മാർ നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ 8-ാം ദിവസമാണോ ദാവീദും, പരിശോധന കഴിച്ചത്? നിങ്ങൾ 8-ാം ദിവസമാണോ? അത് 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 അറബികൾ 13-ാം വയസ്സിലാന്ന് അല്ലല്ല, പറഞ്ഞില്ലേ? അറബികളുടെ ഒന്നും ചോദിച്ചില്ല. നിങ്ങൾ ചെയ്ത 8-ാം വയസ്സിലാണോ? അല്ല, അല്ലെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ ഇതല്ല ഫോളോ ചെയ്യുന്നത്? അബ്രഹാമിനോട് പറഞ്ഞ 8-ാം ദിവസം ചെയ്യാനാണ് പറഞ്ഞത്. അബ്രഹാമിന്റെ സന്തതികളോട് 8-ാം ദിവസം ചെയ്യാനാണോ? നിങ്ങൾ 8-ാം ദിവസത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫൈമോസിസ് പിടിച്ച് സർക്കംസിഷൻ ചെയ്യുന്നതും അവരും ഇതിൽ ചേർന്നു, അബ്രഹാമിന്റെ ഇതാവോ? എന്നാ താങ്കൾ പറയും എബ്രഹാം പിതാവിനെ പഠിപ്പിക്കും. അല്ലല്ല, ചോദ്യത്തിന് ഉത്തരം പറയൂ. ഫൈമോസിസ് വന്ന് സർക്കംസിഷൻ ചെയ്യുന്നതും അപ്പൊ അബ്രഹാമിന്റെ പാതയിലായോ? അപ്പൊ ഇസ്മായിൽ 8-ാം ദിവസം ചെയ്ത് അതല്ലല്ലോ എന്റെ ചോദ്യം. ചോദ്യത്തിന് ചോദ്യം പറയൂ. ഇസ്മായിൽ 8-ാം ദിവസം നിനക്ക് ചെയ്തെന്ന് ജനിക്കുന്ന സന്തതികൾ, നിനക്ക് അല്ല. അബ്രഹാമിന് പോയി 8-ാം വയസ്സാകാൻ പറ്റത്തില്ല. നിനക്കിനി ജനിക്കുന്ന സന്തതികൾ 8-ാം ദിവസം ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ നിയമം. നിങ്ങൾക്ക് അബ്രഹാം നിയമം ലഭിച്ചു കഴിഞ്ഞല്ലേ നിങ്ങളൊക്കെ ഉണ്ടായത്? അല്ലല്ലോ. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു മുസ്ലിമിനെ ഇന്ന് കാണിച്ച. സകല മുസ്ലിങ്ങളും അബ്രഹാം ജനിച്ചതിന് ശേഷം, അബ്രഹാമിന് നിയമം കൊടുത്തതിന് ശേഷമാണ് ഉണ്ടായത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് നിന്റെ സന്തതികൾ ജനിച്ചതിന് 8-ാം ദിവസം ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളൊന്നും 8-ലല്ല ചെയ്തത്. നിങ്ങളാരും അബ്രഹാം ചെയ്യുന്ന മാതൃകയല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സർക്കംസിഷൻ ചെയ്തെന്ന് പറഞ്ഞ അബ്രഹാമിനെ പിൻപറ്റുന്നതാണെങ്കിൽ, ഫൈമോസിസ് വെച്ച് സർക്കംസിഷൻ ഓറിപ്പോയി സർക്കംസിഷൻ ചെയ്യുന്നവനും അബ്രഹാമിന്റെ മാർഗമാണ് ചെയ്യുന്നത്. ഇപ്പൊ പറയുന്ന കാര്യത്തിനൊരു ലോജിക്ക് വേണം. അൽ സലാം, സലാം, ഇസ്ലാം ഇങ്ങനെ വാക്കിലാണെങ്കിൽ പണ്ടൊരാൾ എഴുതിയിട്ടുണ്ട് ക്രിസ്തു. ഇതൊക്കെ എന്താണ്? ഇവിടെ ദൈവം വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ അല്ല, ഇസഹാക്കിലൂടെയാണ് എൻ്റെ അനുഗ്രഹം. ഇസഹാക്കിനോട് മാത്രമാണ് എൻ്റെ കവനന്റ്, എൻ്റെ നിയമം ഇസഹാക്കിനോട് മാത്രമാണ്, ഇസ്മായിലിനോടല്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിക്കതിനി. നിങ്ങൾക്കിനി ഏത് ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വായിക്ക്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം എടുത്ത് നിങ്ങൾ വായിക്ക്. അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്ക്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇസ്മായിലിനോടല്ല, നോ, ഐസക്, ഇസഹാക്കിനോടാണ് എൻ്റെ നിയമം. മൈ കവനന്റ് ഈസ് വിത്ത് ഐസക്. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ സർക്കംസിഷൻ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിൻ്റെ പാതയിലാവണമെന്ന് പറഞ്ഞാൽ, ദൈവം അബ്രഹാമിന് കൊടുത്തിരുന്ന കൽപ്പന എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതികൾ ജനിച്ചിട്ട് 8-ാം ദിവസം ചെയ്യണമെന്നാണ്. നിങ്ങളാരും ഇന്ന് അബ്രഹാമിനേക്കാൾ മുമ്പ് ജനിച്ചിട്ടുള്ള ഒറ്റ മുസ്ലിം ഇന്നില്ല. എല്ലാ മുസ്ലിങ്ങളും അബ്രഹാം ജനിച്ചു കഴിഞ്ഞിട്ടാണ് ചെയ്തത്. ഈ നിയമം കിട്ടിക്കഴിഞ്ഞിട്ടാണ് ചെയ്തത്. നിങ്ങൾ 8-ാം ദിവസമാണ് പരിച്ഛേദന കഴിക്കേണ്ടത്. നിങ്ങളാരും 8-ാം ദിവസം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അബ്രഹാമിന് കൊടുത്ത കൽപ്പന അല്ല നിങ്ങൾ അനുസരിക്കുന്നത്. ഇനി നിങ്ങൾ സർക്കംസിഷൻ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിൻ്റെ മാർഗത്തിലായെന്ന് പറഞ്ഞാൽ, ഫൈമോസിസ് വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ സർക്കംസിഷൻ ചെയ്യുന്നവനും ആ മാർഗത്തിലായി. വിവരക്കേട് പറയാതെ മിണ്ടാതിരിക്കുക സഹോദര. അപ്പൊ അതും പൊളിഞ്ഞു. ഇനി അടുത്തത്